അങ്ങനെയെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ പറയുകയാണ് ഈ വിവാദങ്ങൾ അതിവിടെ പതിവാണല്ലോ, അത് ശ്രദ്ധിക്കേണ്ടതില്ല, മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, നാം ഈ പ്രകടന പത്രിക അങ്ങ് പൂർത്തിയാക്കുക. ഇപ്പൊ എറണാകുളത്ത് അദ്ദേഹം ഒരു യോഗത്തിൽ പറഞ്ഞത് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയാൽ ഭരണ തുടർച്ചയെന്നാണ്. ശ്രീ പ്രസാദ്, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടക്കുന്ന ഒരു ടെലിവിഷൻ ചർച്ച മാതൃഭൂമിയിലാണ്, വേണുചേട്ടനാണ്, വേണുമാൻ. അത് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പം പ്രസാദം പറയാണ്, ഞങ്ങൾ ഒരു മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇലക്ഷനെ നേരിട്ടത്. ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ 99% കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, രണ്ടാമത് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റുമെന്ന്. വേണിച്ചേട്ടൻ ഒറ്റ ചിരിയാണ്. ആ ചിരി എന്നെ വ്യക്തിപരമായി വേണിച്ചേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട, ഞാനായിട്ട് നല്ല സൗഹൃദമുള്ള ആളാണ്. പക്ഷെ ആ ചിരി ഇച്ചിരി കടുത്തുപോയി. അതൊരു പരിഹാസ ചിരിയായിട്ടാണ് എനിക്ക് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹം പിന്നെ ആ തരത്തിൽ തന്നെ നമ്മളെ ചിരിച്ചു. എന്നെ അപഹസിച്ച അല്ലെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തെ അദ്ദേഹം അപഹസിക്കുകയായിരുന്നു. അതെങ്ങനെ പ്രസാദ് ഇപ്പം ഈ നിമിഷം അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ വന്നു. അപ്പം ആ രണ്ടാം പിണറായി സർക്കാർ അവസാനിക്കാൻ പോവാണ്. ഈ സമയത്ത് ഈ സംഭവത്തെ എങ്ങനെയാണെന്ന് ഓർത്തെടുക്കാൻ കഴിയും? ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചിരിക്കാം, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ചിലപ്പോൾ കൂടെ ചിരിക്കാൻ ഒത്തിരി പേര് അന്നേരം ആ ഫ്ലോറിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു കണക്കുണ്ടല്ലോ, ഞങ്ങൾക്കൊരു ഈ പ്രവർത്തകർ, ഞങ്ങൾ താഴെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, അതൊക്കെയും വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളന്ന് നല്ലവണ്ണം അതിനെ കൊണ്ടുപോകാൻ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു, എന്തെല്ലാം ചെയ്തു, ഇനി എന്താ ബാക്കിയുള്ളത്? ഈ ഗവൺമെൻറ് അതേപോലെ നിന്ന് തന്നെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന സംവിധാനം കൊണ്ടുവന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇട്ടാണ് പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്ന സാധനം. മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ എത്ര നാളത് വീട്ടിൽ കാണിക്കാതെ മാറ്റി വെക്കും. പിന്നെ സ്കൂളിൽ തിരിച്ചു കൊടുക്കുന്ന അവസരമാകുമ്പോഴേക്കുമാണ് നമ്മൾ കാണിക്കാനൊക്കെ തയ്യാറാവുന്നത്. ഓരോ വർഷം കഴിയുന്നതോറും കൃത്യമായി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കി ഈ ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കാര്യമാണ് ചെയ്യാമെന്ന് പറഞ്ഞത്. അതൊക്കെ ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഞങ്ങൾക്കുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല, ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല. ആ ആത്മവിശ്വാസം ഞങ്ങൾ ജനങ്ങളിലേക്കും എത്തിച്ചു. ആ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അങ്ങനെ എത്തുമ്പോൾ, പൂർണ്ണമായ നിലയിൽ അതെത്തുമ്പോൾ ഞങ്ങൾക്ക് വിജയിക്കാനാവും. ഞങ്ങൾ വേറെ ഒരു ഏജൻസി ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനില്ല. നിങ്ങൾ താഴെ നോക്കൂ, ഞങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസികളാണോ ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രവർത്തനം നടത്തിയത്? ഞങ്ങളുടെ സ്ക്വാഡുകൾ, ഞങ്ങളുടെ പ്രവർത്തകർ, അപ്പം ഞങ്ങൾ ആദ്യം നമ്മൾ ആരെയാണ് അതിനെ എക്വിപ്പ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ പ്രവർത്തകർ അത്രമേൽ അക്കാര്യത്തിൽ എക്വിപ്ഡായിരുന്നു. അവർ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ടേക്ക് നീങ്ങി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവരുടെ കൺമുമ്പിൽ കാണിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഓരോ ഇടങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ നിന്നത്. ആ ആത്മവിശ്വാസമാണ് ഞാൻ അന്ന് ആ ഫ്ലോറിൽ അവിടെ അവതരിപ്പിച്ചത്. അവരെല്ലാം ഈ പറഞ്ഞ പോലെ അതിന് എൻ്റെ അഭിപ്രായത്തോടുള്ള അവരുടെ ഒരു വിയോജിപ്പ്, അവർക്കത് അല്ലെ അവരുടെ കണക്കുകൂട്ടലുകൾ, അതെല്ലാം ആയിരിക്കാം അവർ പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, വേണു എന്നെ ആക്ഷേപിച്ചായിട്ട് അപഹസിച്ച എൻ്റെ നിലപാടിനെ അദ്ദേഹം അല്ലെങ്കിൽ എൻ്റെ ആ വാദഗതിയെ അദ്ദേഹം അപഹസിച്ച് ചിരിക്കുകയായിരുന്നു ചെയ്തിരുന്നതല്ല. പക്ഷേ അത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളൊരു ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ആത്മവിശ്വാസം അതേപോലെ ഉണ്ട്. ആ ആത്മവിശ്വാസം ഈ കാര്യങ്ങൾ യഥാവിധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല തരത്തിൽ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ മുന്നണിക്ക് അധികാരത്തിലെത്താൻ കഴിയും. പക്ഷേ ഇതിനു മുമ്പ് ഈ 10 കൊല്ലത്തിന് മുമ്പുള്ള ഒരു 5 കൊല്ലമില്ലേ, ഒന്ന് കമ്പയർ ചെയ്യും. ഏറ്റവും അനിവാര്യമല്ലേ? ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നടന്നിട്ടുണ്ടോ? വിദ്യാഭ്യാസ മേഖല നടന്നിട്ടുണ്ടോ? ആരോഗ്യ മേഖല നടന്നിട്ടുണ്ടോ? കാർഷിക മേഖല നടന്നിട്ടുണ്ടോ? വ്യവസായ മേഖല നടന്നിട്ടുണ്ടോ? ഏത് മേഖലയിലാണ് ഇപ്പം ഈ 10 കൊല്ലം നടന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്? നമ്മളെല്ലാ മേഖലയിലും പുറകോട്ട് പോയി, വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ഇതൊന്നും ഇന്ന് കേരളത്തിൽ പറയാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് വിവാദങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ആ വിവാദങ്ങളിൽ ഒരു ഗവൺമെൻറ്റിന് എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ അവിടെയും ഗവൺമെൻറ് ആരെയെങ്കിലും സംരക്ഷിക്കാൻ നിന്നിട്ടുണ്ടോ? അതില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ല. ഈ 10 കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും എന്ന് പറയാൻ പറ്റുക? അപ്പോൾ ഞങ്ങൾക്കൊണ്ടൊരു ആത്മവിശ്വാസം ചെറുതല്ല. ഞങ്ങളതുകൊണ്ട് ജനങ്ങളോട് വീണ്ടും പറയും, നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ കേരളത്തിൽ 2011-16 കാലഘട്ടത്തിൽ അധികാരത്തിൽ ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് ശേഷം 16-21 കമ്പയർ ചെയ്യുക, 21-26 നിങ്ങൾ കമ്പയർ ചെയ്യുക. ഏതാണ് ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് വന്നത് നോക്കുക. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചുകൊണ്ട്
മെച്ചപ്പെട്ട വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഞങ്ങൾ അതായത് ലക്ഷ്യം വെക്കുന്നത് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 110 അതായത് ഇനിയൊരു ടെലിവിഷൻ ആങ്കർ ഇലക്ഷൻ മാനിഫെസ്റ്റോ വെച്ചിട്ട് ചോദിക്കത്തില്ല ഇയാൾ എന്ത് ചെയ്തു എന്ന്. ആ മാറ്റം കൂടിയാണ് വന്നത്. തീർച്ചയായിട്ടും